ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പാലാണ്. ഒരു 2 കപ്പ് പാൽ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് റാഗിപ്പൊടിയാണ്. 1/2 കപ്പ് റാഗിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഇത് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ നമുക്കിതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ നിന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റാഗി വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.